നമ്മുടെ നാട്ടുകാരായിട്ടോ പടക്കൊക്കെ വന്നത്. അപ്പം എന്തായാലും അച്ഛൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി വാങ്ങുക. അവിടെ നമ്മുടെ ഈ പടക്കം കണ്ടിട്ട് ഒരുപാട് വാങ്ങിപ്പോകാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമുണ്ടായിരുന്നു കേട്ടോ. ഏത് കണ്ടാലും അതിനോട് ചന്തം പിടിക്കുന്നില്ല. അപ്പം കുറേ എന്തൊക്കെ വാങ്ങിക്കൂട്ടുണ്ട്. ഇത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ട് ഞാനത് ചെറിയൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണ്ടി സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാനും ഇരുന്നിട്ട് കുറേ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം സെലക്ട് ചെയ്യുന്നതൊക്കെ അവൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോക്ക് ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ വീഡിയോക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമുക്ക് പടക്കമൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ ഗോപിയേട്ടനും പിന്നെ അതേപോലെ മണിയേട്ടനൊക്കെയാണ് അവിടെ ഈ പടക്കം കച്ചവടം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പടക്കമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് കുറേ പടക്കം ഇതൊക്കെ വാങ്ങി ഒരു എന്താ പറയുക കുറേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്രയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഏട്ടന്മാർ കുറേ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങണ കുറച്ച് ഐറ്റംസ് ഉണ്ടായില്ലേ, അപ്പോൾ അതൊക്കെ എടുത്തു. നമ്മളിപ്പോൾ അങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഒരു 3 മണി ആ ടൈമിലാട്ടോ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരാളെ കണ്ടോ, ഞങ്ങൾ ഇവിടെ കൂടിയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ മധുവട്ടനാട്ടോ നമ്മളെ കൊണ്ടുപോകുന്നവരൊക്കെ. അവരൊരു ബസ് ബുക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറേ പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട്. പിന്നെ പണ്ട് ഞാനും അച്ഛമ്മയും പാപ്പന്മാരെല്ലാം ഞങ്ങളെല്ലാവരും ഫാമിലി മൊത്തത്തിൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പല വട്ടം അവരപ്പം ടൂറൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിതാ പടക്കൊക്കെ വാങ്ങാം. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു കട ഉണ്ടായിരുന്നു കേട്ടോ, പച്ചക്കറിക്കട. അവിടുത്തെ ആൾക്കാർ വരെ പടക്കം പൊട്ടിക്കുക കേട്ടോ. അവരെ ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോ. നമ്മൾ ഏറെക്കുറെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എടുത്തതിന് ശേഷം അവർ എന്താ പറയുക എത്ര എടുത്തു എന്നുള്ള കണക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അപ്പം നമ്മുടെ എല്ലാം കഴിയാൻ നേരത്ത് നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസും അവർ കാണിച്ചു തന്നു കേട്ടോ. അപ്പം അതിൽ 2-3 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്ന സാധനം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതും പിന്നെ അതേപോലെ പടക്കം അതിൽ പൊട്ടിക്കുന്നതും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അതെങ്ങനെ പൊട്ടുക പൊട്ടിക്കണ കാര്യം. അങ്ങനെ വേറെ എന്തോ പുതിയ സ്പെഷ്യൽ സാധനം ഉണ്ട് പറഞ്ഞിട്ട് അത് തപ്പ് കേട്ടോ. നോക്കുമ്പോൾ കാണാനില്ല കേട്ടോ. അപ്പം അതൊക്കെ കേട്ടോ. അപ്പം എന്തായാലും ഇനി നമുക്ക് നമ്മളെ ഇവിടെ കത്തിക്കുക എന്നിട്ട് നമുക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം. അപ്പം ഇനി നമുക്ക് അതൊക്കെ വാങ്ങി സെറ്റാക്കി എടുക്കാം. നിലവിളക്ക് കത്തിച്ച് നമ്മളിത് ആരംഭിക്കുകയാണ് പടക്കം പൊട്ടിക്കാൻ. കൺഫ്യൂഷൻ തീർക്കണമേ. ഇത് മൂടിച്ചോട്ടോ. മുരിഞ്ഞ കടന്നോ കളറാണ് പൊട്ടുന്നില്ല ഇതല്ലേ. മാറി
അമ്പിളിയാമനെ അടിക്കണേ. രസമുണ്ട് കാണാന്. ആ കമ്പിത്തിരി അടിപൊളി. നല്ല ചെക്കന്മാർ സാല അടുത്ത ചോപ്പർ കളറാണ് മേലെ പോയിട്ട് ഒന്നും പറ്റില്ല, ഒക്കെ താഴ്ത്തിട്ട് കിട്ടി. നടത്തി നിൽക്കണം. നാളെ അലാറം വെച്ചോണ്ട് കിട്ടോ. ഇവിടെ അവിടെ കൊണ്ടുവരാ കണക്കിനുണ്ട്. കത്തിക്ക് 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 ഇത് കത്തിക്കുന്ന രസമുണ്ട് കാണാന്. ആ ക്യാമറ മാറ്റൂ. അപ്പൊ ലാവിന്റെ അങ്ങോട്ട് വെച്ചോ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടാവും ചിലപ്പോ വരിക. ഇവിടുന്ന് വേറെ ഇങ്ങോട്ടേക്ക് തിരിച്ചേക്ക്. നാത്ത അങ്ങോട്ട് വെച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. അല്ലെന്നോ വിശ്വാസമില്ലാത്ത സാധനമാണ് അത്. അതിൻ്റെ ആ കാര്യത്തിൽ തീരെ വിശ്വാസമില്ല. ആ സാധനം എങ്ങടാ തിരിയാ പറയാൻ പറ്റില്ല മനുഷ്യന്മാർക്ക്. അത് വാണാണ് വാണം. നല്ല വളച്ചേക്ക് നല്ല വളച്ചേക്ക്. അല്ല ആ പ്ലാവിൻ്റെ ഇടയിൽ കൂടെ അച്ഛന്മാരോട് കണ്ട് പോയിക്കോട്ടെ. ആ നല്ല ഈ അങ്ങോട്ട് വളച്ചേക്ക് പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയും ചരിച്ചേക്ക് 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 കണ്ട് ചരിച്ചേക്ക്. ഇവിടെ യൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴാ യൂത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കഴിച്ച് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ട്രയൽ എടുക്കാം. എന്താ പരീക്ഷണം നടത്താനുള്ളതാണ്. അങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ കത്തിക്കാന്നൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പടക്കാണ്ട് പൊട്ടിക്കാട്ടോ. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ വെച്ചിട്ട് പോരെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.